നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ATM കാർഡൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ ATM കാർഡ് വന്നതിന് ശേഷം ഇതിൻ്റെ പിൻ നമ്പർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പഠിക്കാം. പുതിയതായിട്ട് പിൻ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നൊന്ന് പഠിക്കാം. അപ്പം ഒന്നുകിൽ നമുക്ക് പുതിയ ATM കാർഡ് ഈ ഒരു മെത്തേഡിൽ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ATM കാർഡിൻ്റെയൊക്കെ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് പുതിയ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ATM കാർഡിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അനായാസമായിട്ട് പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൽ നിന്ന് നമ്മൾ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യണം. ആ ഒരു നമ്പർ ഞാൻ പറയാം, 1800 425 3800 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുക. ഇത് SBIയുടെ കസ്റ്റമർ കെയർ നമ്പറാണ്. മലയാളത്തിൽ തുടരാനായി ഒന്നമർത്തുക, ഭാഷ മാറ്റാനായി 0 അമർത്തുക. നമ്മൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ATM കാർഡ് UPI ഇന്റർനെറ്റ് ബാങ്കിംഗ് ബ്ലോക്ക് ചെയ്യുവാനായി 0 അമർത്തുക. അക്കൗണ്ട് ബാലൻസും സ്റ്റേറ്റ്മെന്റും ലഭിക്കുവാനായി 1 അമർത്തുക. ATM കാർഡ് അല്ലെങ്കിൽ ചെക്ക് ബുക്ക് സേവനങ്ങൾക്കായി 2 അമർത്തുക. ATM കാർഡ് സേവനത്തിനായി 2 അമർത്താം. ATM കാർഡ് പിൻ ജനറേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ മാറ്റുവാനായി 1 അമർത്തുക. താങ്കളുടെ ATM കാർഡ് ട്രാക്ക് ചെയ്യുവാനായി 2 അമർത്തുക. നമ്മൾ പിന്നാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ദയവായി നിങ്ങളുടെ കാർഡ് നമ്പറിന്റെ അവസാന 5 അക്കം എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ കാർഡ് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കാർഡ് നമ്പറിൻ്റെ അവസാനത്തെ അവരൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും. 7 6 4 5 കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം. ഇനി അക്കൗണ്ടിൻ്റെ അവസാനത്തെ 5 അക്കമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അക്കൗണ്ട് നമ്പറാണ് 2 9 2 8 9. എൻ്റർ ചെയ്ത അവസാന 5 കൺഫേം ചെയ്യാൻ അമർത്തുക. അക്കൗണ്ട് നമ്പർ ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി 1 അമർത്താനാണ് പറയുന്നത്. നമ്മൾ 1 അമർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജനനവർഷം, ഉദാഹരണത്തിന് ജനനവർഷം 1984 ആണെങ്കിൽ ദയവായി 1 9 8 4 എന്ന് എൻ്റർ ചെയ്യുക. ജനനവർഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജനനവർഷം ഏതാണെങ്കിലും അടിച്ചു കൊടുക്കുക. 48 മണിക്കൂർ സാധ്യതയുള്ള SMS ആയി താങ്കളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അയക്കുന്നു. ദയവായി അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ATM സന്ദർശിച്ച് പുതിയ ATM പിൻ സൃഷ്ടിക്കാൻ ഈ OTP ഉപയോഗിക്കുക. ആവർത്തിക്കുവാനായി സ്റ്റാർ അമർത്തുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ 4 അക്കമുള്ള ഒരു പിൻ നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. നമുക്കത് കട്ട് ചെയ്ത് പുറകോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു മെസ്സേജിൽ പോയി നമുക്ക് ആ മെസ്സേജ് ഒന്ന് എടുത്തു നോക്കാം. നമുക്കൊരു 4 അക്കമുള്ള ഒരു പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഡു നോട്ട് ഷെയർ ദിസ് മെസ്സേജ്, യുവർ വൺ ടൈം പിൻ ഈസ് 3824 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് യുവർ ന്യൂ പിൻ അറ്റ് എനി സ്റ്റേറ്റ് ബാങ്ക് ATM വിത്തിൻ 24 hours. നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ATMൽ പോയി നമുക്ക് ഈ 3824 എന്ന പിൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊരു ടെമ്പററി ആയിട്ട് അവരൊരു പിൻ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ടെമ്പററി ആയിട്ട് ഈ പിൻ ഉപയോഗിച്ച് നമുക്കൊരു പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ കാർഡാണെങ്കിലും അതല്ല പുതിയൊരു പിൻ നമ്മൾ മറന്നു പോയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് ബാങ്കിൽ പോയിട്ടുള്ള പ്രൊസീജിയറും കൂടെ ഒന്ന് കണ്ട് നോക്കാം.
അപ്പോൾ നമുക്ക് SMS ആയിട്ട് 4 ഡിജിറ്റുള്ള പിന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു SBIയുടെ ATM കൗണ്ടറിൽ എത്തുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് കൃത്യമായിട്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ഫസ്റ്റ് ഹോം പേജിൽ ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും 2 ഡിജിറ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ പിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് SMS ആയിട്ട് കിട്ടിയ ആ 4 അക്കമുള്ള പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ പിൻ ചേഞ്ച് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് പറയുന്നുണ്ട് ഒരു പുതിയ പിൻ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇനി ഇവിടെ അടിക്കുന്ന 4 അക്കമുള്ള പിൻ നമ്പർ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കുന്ന പിൻ നമ്പർ. അപ്പം ആദ്യമേ 4 അക്കം ഒന്ന് പിൻ നമ്പർ അടിച്ചു, വീണ്ടും റീ എൻട്രി ചെയ്ത് കൊടുത്തു ആ സെയിം പിൻ. അപ്പം ഇപ്പോൾ അടിച്ചിരിക്കുന്ന ആ പുതിയ 4 അക്കമുള്ള പിൻ നമ്പർ മറന്നു പോകാതിരിക്കുക. ആ ഒരു പിൻ നമ്പർ ആയിരിക്കും ഇനി മുമ്പോട്ട് ATMൻ്റെ എല്ലാ ട്രാൻസാക്ഷനും നടത്തുന്നതിന് വേണ്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യുവർ പിൻ ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇനി ഈ പിൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ATMൻ്റെ നിന്ന് ക്യാഷ് എടുക്കാനും ബാക്കിയുള്ള എല്ലാ സേവനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും.